അടുത്തതായി 5ന്റെ നിശേഷ ഹരണമാണ്. 5ന്റെ നിശേഷ ഹരണം നമുക്ക് എല്ലാവർക്കും വളരെ എളുപ്പം, 2ന്റെ പോലെ തന്നെ എളുപ്പമുള്ളൊരു കാര്യമാണ്. ഒരു സംഖ്യയുടെ ഒന്നാം സ്ഥാനത്ത് 0 5 വന്നാൽ ആ സംഖ്യയെ 5 കൊണ്ട് നിശേഷം ഹരിക്കാം. സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്ത്, ഒന്നാം സ്ഥാനത്ത് 0 5 വന്നാൽ ആ സംഖ്യയെ 5 കൊണ്ട് നിശേഷം ഹരിക്കാം. ഇത് നമുക്കറിയാം, കാരണം 5ന്റെ ഗുണന പട്ടിക മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ 5 10 15 20 ഇങ്ങനെ വരുമ്പോൾ നോക്കുക, 5 0 5 0 ഇങ്ങനെയാണ് വരുന്നത്. അതുകൊണ്ട് 5ന്റെ ഗുണിതമാണോ അല്ലയോ, അല്ലെങ്കിൽ നിശേഷം ഹരിക്കാൻ കഴിയുമോ അല്ലയോ നോക്കുന്നത് വളരെ എളുപ്പമാണ്. ഏത് വലിയ സംഖ്യ വന്നു കഴിഞ്ഞാലും, ഉദാഹരണത്തിന് 2815 നോക്കുക, ഇവിടെ നോക്കുക, ഒറ്റയുടെ സ്ഥാനത്ത് 5 ആണ്. ഇത് 5 കൊണ്ട് നിശേഷം ഹരിക്കാവുന്നതാണ്. മറ്റൊന്ന്, ഇവിടെ 5 അല്ലാതെ ഏതൊരു സംഖ്യ വന്നാലും, 5ഉം 0ഉം അല്ല ഏത് വന്നാലും നിശേഷം ഹരിക്കാൻ കഴിയില്ല. എത്ര വലിയ സംഖ്യ വന്നാലും നമുക്ക് ഈ മെത്തേഡിൽ ഇത് ചെക്ക് ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് 9 ആണ്. 9ന്റെ നിശേഷ ഹരണമാണ് നമ്മൾ നോക്കുന്നത്. 9 എന്ന സംഖ്യ കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുമോ എന്ന് നോക്കുന്നതിന് 3ന്റെ അതേ നിയമങ്ങൾ തന്നെയാണ്. 3ന്റെ അതേ നിയമങ്ങൾ, അതായത് അക്കങ്ങളുടെ തുക 9ന്റെ ഗുണിതമാണോ എന്ന് പരിശോധിക്കുക. 3ന്റെ നിയമം തന്നെയാണ്, 3ന്റെ നിയമം തന്നെ ഉപയോഗിക്കുക. 9ന് 3ന്റെ നിയമം തന്നെയാണ്. അതായത് അക്കങ്ങളുടെ തുക 9ന്റെ ഗുണിതമാണോ, 9ന്റെ ഗുണിതമാണോ എന്ന് പരിശോധിക്കുക. ഇതാണ് നിയമം. നമുക്ക് ഉദാഹരണം എടുത്ത് നോക്കാം. ഒരു സംഖ്യ 3 8 0 1 7. ഇതാണ് നമ്മുടെ ചോദ്യം. ഇതിലെ സംഖ്യകളുടെ അക്കങ്ങളുടെ തുക സമം 3 + 8 + 0 + 1 + 7 സമം 3 8 11 12 7 19. ഇത് 19 എന്ന സംഖ്യ 9ന്റെ ഗുണിതമല്ല. 9ന്റെ ഗുണിതമല്ല. അതുകൊണ്ട് നമുക്ക് പറയാം, തന്നിരിക്കുന്ന സംഖ്യ 3 8 0 1 7നെ 9 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയില്ല. ഇനി നമുക്ക് വേറൊരു ഉദാഹരണം എടുക്കാം. 3 8 2 1 3 1. നമ്മുടെ ചോദ്യം 3 8 2 1 3 1. ഇതിൽ അക്കങ്ങളുടെ തുക എടുത്ത് നോക്കാം. 3 + 8 + 2 + 1 + 3 + 1. 3ഉം 8ഉം 11, 2ഉം 13, 1 14, 17 18. അപ്പോൾ ഇതിൻ്റെ തുക 18. 18 എന്ന സംഖ്യ 9ന്റെ ഗുണിതമാണ്. 18 9ന്റെ ഗുണിതമാണ്. അതുകൊണ്ട് നമുക്ക് പറയാം, തന്നിരിക്കുന്ന സംഖ്യ 3 8 2 1 3 1 9 കൊണ്ട് നിശേഷം ഹരിക്കാം. ഒന്ന് ഹരിക്കാൻ കഴിയാത്ത സംഖ്യയും ഒരു ഹരിക്കാൻ കഴിയുന്ന സംഖ്യ എടുത്തിട്ട് ആണ് നമ്മളിപ്പോൾ നോക്കിയത്.